രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2026 ഏപ്രിൽ 27 അഥവാ മേടമാസം 14 തിങ്കളാഴ്ച വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി മോഹിനി ഏകാദശിയായി അനുഷ്ഠിച്ചു വരുന്നു. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെ മോഹിനി ഏകാദശിയായി അറിയപ്പെടാൻ കാരണം പാലാഴി മഥനത്തിൽ നിന്നും ലഭിച്ചതായ അമൃത് അസുരന്മാരിൽ നിന്നും സ്വീകരിച്ച് ദേവന്മാർക്ക് നൽകുവാനായി സാക്ഷാൽ മഹാവിഷ്ണു മോഹിനീ രൂപം കൈക്കൊണ്ട് സുദിനമാണ് വൈശാഖ ശുക്ലപക്ഷ ഏകാദശി. അതുകൊണ്ടാണ് ഈ ഏകാദശിയെ മോഹിനി ഏകാദശിയായി അറിയപ്പെടുന്നത്. സാക്ഷാൽ കൈലാസനാഥനെ പോലും മോഹിപ്പിക്കുന്ന ആ മോഹിനീ രൂപം കൈക്കൊണ്ട സുദിനം. അതിനാൽ ഈ ഏകാദശിയെ മോഹിനി ഏകാദശിയായി നമ്മൾ പേരിൽ അനുഷ്ഠിച്ചു വരുന്നു. അതുപോലെ തന്നെ സീതാ വിരഹത്താൽ ദുഃഖിതനായി കഴിയുന്നതായ ശ്രീരാമചന്ദ്രസ്വാമിയെ ദുഃഖശാന്തിക്കും പാപശാന്തിക്കുമായി താൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ കുലഗുരുവായ വസിഷ്ഠ മഹർഷി നിർദ്ദേശിച്ച ഏകാദശിയാണ് ശുക്ലപക്ഷ ഏകാദശി. വൈശാഖത്തിലെ അനുഷ്ഠിച്ചാൽ വളരെ വിശേഷമാണെന്ന് പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രസ്വാമി പോലും അനുഷ്ഠിച്ച ഏകാദശിയാണ് വൈശാഖ ശുക്ലപക്ഷ ഏകാദശി. അപ്പോൾ അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രസ്വാമിക്ക് അനുഷ്ഠാനങ്ങളുടെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഭഗവാന്റെ തിരുനാമം ജപിച്ചാൽ പോലും മനുഷ്യന് ശുദ്ധി കൈവരും. പക്ഷേ ലോക നന്മയ്ക്കായി വൈശാഖ ശുക്ലപക്ഷ ഏകാദശി അങ്ങ് അനുഷ്ഠിക്കണം. ലോകക്ക് ഒരു മാതൃകാ പുരുഷോത്തമനാണല്ലോ ശ്രീരാമചന്ദ്രസ്വാമി, അല്ലേ? മർത്യാവതാരസ്യ മർത്യസ്യ ശിക്ഷണം. മനുഷ്യരൂപത്തിൽ വന്ന നമുക്ക് പലതും നമ്മളെ കാണിച്ചും പഠിപ്പിച്ചും തന്ന മഹാമര്യാദാ പുരുഷോത്തമനായ ധർമ്മത്തിൻ്റെ മൂർത്തിരൂപമായ ശ്രീരാമചന്ദ്രസ്വാമി പോലും അനുഷ്ഠിച്ച ഏകാദശി. അപ്പം നമുക്ക് ആ ഏകാദശി ഒന്ന് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. ധർമ്മത്തിനെപ്പോഴെല്ലാം ഉടവുവരുമുടൻ ഭൂതലേ ജാതനായി ശർമ്മം സർവർക്കുമേകും സരസജനയനൻ പാദഗേഹാദിനാഥൻ. ഈ മണ്ണിൽ ഭക്തിമാർഗം കനിവടരുളുവാൻ വാഴകുന്നത്തു സാക്ഷാൽ ധർമ്മജ്ഞൻ വാസുദേവ ദിജഗുരുവരനായി വന്നു ശോഭിപ്പുപാരം. വൈശാഖമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, വൈശാഖത്തിലെ ഓരോ സുദിനവും ഓരോ നിമിഷവും വളരെയധികം പ്രാധാന്യമുള്ള പുണ്യനിമിഷങ്ങളാണ്. യജ്ഞ തീർത്ഥ ദാനാദികളൊക്കെ ഈ മോഹിനി വ്രതത്തിൻ്റെ 16 മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഈ മോഹിനി വ്രതത്തെക്കുറിച്ച് വായിക്കുകയോ കേൾക്കുകയോ അതുപോലെ ഇതിൻ്റെ വ്രതകഥയൊക്കെ കേട്ടാൽ വളരെയധികം പുണ്യമാണ്. അതുപോലെ പാരണാ സമയത്തും അത് താല്പര്യമുള്ളവർ പറഞ്ഞു കൊടുത്താൽ 1000 ഗോദാനത്തിൻ്റെ ഫലം എന്നൊക്കെ പത്മപുരാണത്തിൽ പറയുന്നത് നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 26 വൈകിട്ട് 6:06 ആരംഭിച്ച് 27 6:15 വൈകിട്ട് വരെയുണ്ട്. വൈകിട്ട് 6:15 വരെ. അപ്പോൾ 26 വൈകിട്ട് 6:06 ആരംഭിച്ച് ഏകാദശി ആരംഭിച്ചിട്ട് 27 വൈകിട്ട് 6:15 വരെ ഉണ്ടെന്ന് പറയുമ്പോൾ 27 സൂര്യോദയം മുതൽ അസ്തമയം വരെ ഏകാദശി തിഥിയാണ് എന്നുള്ള ഒരു മഹത്വം കൂടെ ഈ ഏകാദശിക്ക് ഉണ്ട്. ഹരിവാസര സമയം ലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെയും കൂടുതൽ സാന്നിധ്യം ഉള്ള സമയം എന്ന് പറയും. ഏതായാലും വൈശാഖ മാസം മുഴുവൻ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഉള്ളതാണ്. എന്നാൽ ഹരിവാസരത്തിന് പ്രത്യേകം അത് എടുത്തു പറയുന്നു. ഇപ്പം ധാരാളം നാരായണനാമം, പഞ്ചാക്ഷരി മന്ത്രവും
നാരായണ മന്ത്രവും നമോ ഭഗവതേ വാസുദേവായ ഒക്കെ ധാരാളം ജപിക്കാം. അതുപോലെ ഹരിവാസര സമയം എപ്പോഴാണ്? 27-ാം തീയതി ഉച്ചയ്ക്ക് 12:15 27-ാം തീയതി ഉച്ചയ്ക്ക് 12:15 ആരംഭിച്ച് 28-ാം തീയതി വെളുപ്പിനെ 12:20 വരെയാണ് ഹരിവാസര സമയമുള്ളത്. അപ്പം അത്രയും ഹരിവാസര സമയത്ത് ധാരാളം നാമമൊക്കെ ജപിക്കാം. പാരണ 28-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 6:08 മുതൽ 8:38 വരെയാണ് പാരണ വീടാനുള്ള സമയം. ഇതിനുള്ളിൽ പാരണ വീടി പതിവായിട്ട് കഴിക്കുന്ന തുളസി വൃത്തത്തിനോടൊപ്പം അവലോ മലരോ ഉണക്കലരിയോ ഒക്കെ കേട്ട് വ്രതം ഭഗവാന്റെ തൃച്ചേവടികളിൽ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ ഓരോ ഏകാദശിക്കും ഓരോ വ്രതകഥ പത്മപുരാണത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇത് ശ്രീരാമചന്ദ്രസ്വാമി പോലും അനുഷ്ഠിച്ച ഒരു ഏകാദശി എന്ന് പറയുമ്പോൾ ശ്രവണത്താൽ തന്നെ നമ്മുടെ എല്ലാ ദുരിതങ്ങളും നീക്കുന്നതാണ് ഈ വ്രതകഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് വസിഷ്ഠ മഹർഷി ശ്രീരാമന് ഉപദേശിച്ച ആ വ്രതകഥ. അതായത് രമണീയമായ സരസ്വതി നദിയുടെ തീരം, അവിടെ ഭദ്രാവതി എന്നൊരു നഗരം, അവിടെ ധൃതിമാൻ എന്ന ഒരു രാജാവ്, ചന്ദ്രവംശത്തിലെ രാജാവ്, അദ്ദേഹം സത്യസന്ധനും ധർമ്മിഷ്ഠനുമായി രാജ്യം അങ്ങനെ ഭരിക്കുന്നു. ആ സ്ഥലത്ത് തന്നെ ധനപാലൻ എന്ന മഹാസമ്പന്നനായ ഒരു വൈശ്യൻ, അദ്ദേഹത്തിന് എല്ലാവിധ സൽഗുണങ്ങളും ഉള്ള ആളായിരുന്നു. വൈശാഖമാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഓരോ നിമിഷത്തിലും അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് യാത്രക്കാരുടെ സൗകര്യാർത്ഥം തണ്ണീർപ്പന്തൽ, കുടിക്കാൻ അവർക്കുള്ള ജലം, അതുപോലെ വെയിലത്ത് നടന്നു പോകുന്നവർക്ക് കുട, കാലിൽ ചെരുപ്പ്, ഇങ്ങനെയൊക്കെ ദാനം ചെയ്തും അതുപോലെ നല്ല നല്ല സൽപ്രവർത്തികൾ സമൂഹത്തിന് കിണറും തടാകം, അതുപോലെ തോട്ടങ്ങൾ, ക്ഷേത്രങ്ങൾ, പുനരുദ്ധാരണം, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച ഒരു മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാർ. എന്നാൽ അതിൽ ഒരാൾ വളരെ അധർമ്മിയും ദുർനടപ്പുകാരനുമായി ഏതോ ഒരു ജന്മത്തെ തെറ്റിൻ്റെ ഫലമോ എന്തോ അങ്ങനെ ദുർനടപ്പുകാരനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടായി. ദേവന്മാരെയോ ബ്രാഹ്മണരെയോ ഒന്നും പൂജിക്കില്ല. അച്ഛൻ സൽക്കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പണമൊക്കെ വളരെ മോശ പ്രവർത്തികൾക്ക് ഉപയോഗിച്ചു വന്നു എന്നൊക്കെ മനസ്സിലാക്കി അച്ഛന് ഗൃഹത്തിൽ നിന്ന് തന്നെ ഈ മകനെ പുറത്താക്കുന്നു. ബന്ധുക്കളും എല്ലാവരും ഉപേക്ഷിച്ചു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഉടുക്കാൻ വസ്ത്രം അല്ലെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടി താൻ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ നാളുകൾ കഴിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു. ഒടുവിൽ കൊട്ടാരത്തിൽ നിന്ന് മോഷണം നടത്തുന്നു. അപ്പോൾ രാജാവിൻ്റെ ആൾക്കാർ പിടികൂടി. പക്ഷേ ആളെ മനസ്സിലായപ്പോൾ അയ്യോ നല്ല ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു മഹാത്മാവിൻ്റെ മകനാണല്ലോ എന്ന് വിചാരിച്ച് 2-3 പ്രാവശ്യമൊക്കെ അവർ വെറുതെ വിട്ടു. പക്ഷേ ഒടുവിൽ അവർക്ക് സഹിക്കാൻ വയ്യാതെ അവർ ചങ്ങലക്കിട്ട് ചമ്മട്ടി കൊണ്ടൊക്കെ അടിച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഒടുവിൽ പുറത്തു വിട്ടു. ഏതായാലും കാട്ടിലൂടെ അങ്ങനെ നാട് കടത്തിയപ്പോൾ കാട്ടിലൂടെ ഇങ്ങനെ നാടും വീടും ഉപേക്ഷിച്ച് കാട്ടിലൂടെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാട്ടുമൃഗങ്ങളെയൊക്കെ കൊന്ന് മാംസമൊക്കെ ഭക്ഷിച്ച് അങ്ങനെ ജീവിച്ചു. അങ്ങനെ കുറേ കാലം അങ്ങനെ കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രാരബ്ധം കുറേ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രാരബ്ധം തീർന്നു കാണും. കുറേ പാപം ചെയ്തതിൻ്റെയൊക്കെ പ്രാരബ്ധം ഇങ്ങനെ നീങ്ങിക്കാണും. അതുകൊണ്ടായിരിക്കാം ഒരു വൈശാഖ മാസം അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൗണ്ഡിന്യൻ എന്ന ഒരു തപോധനായ മഹർഷിയെ കാണാനിടയാണ്. അദ്ദേഹമോ വൈശാഖ മാസത്തിലെ ആ സ്നാനം ഇല്ലേ, എത്ര സൂര്യോദയത്തിന് എത്ര നാഴിക മുമ്പ് വരെ എല്ലാ ജലത്തിലും തന്നെ പുണ്യനദികളെ സപ്തസ്രോതസ്സുകളുടെയും സാന്നിധ്യം ഉണ്ടെന്ന് പറയും. അങ്ങനെയുള്ള പുണ്യപവിത്രമായ ഗംഗാ പതിതപാവനിയായ ഗംഗ അല്ലേ, ഭഗവാന്റെ പാതാരവിന്ദത്തിൽ നിന്ന് ഒഴിയതായ ഗംഗാജലത്തിൻ്റെ മഹത്വം എത്രയാ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. അങ്ങനെ വൈശാഖ മാസത്തിലെ പുണ്യസുദിനത്തിൽ ഗംഗാസ്നാനവും കഴിഞ്ഞ് വരുന്നതായ കൗണ്ഡിന്യ മഹർഷി അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നും 1-2 തുള്ളികൾ നമ്മുടെ ഈ ഉണ്ണിയുടെ ശരീരത്തിലേക്ക് ജലത്തുള്ളികൾ വീണതിൻ്റെ ഫലമായി കുറേ പാവം അവൻ്റെ കുറഞ്ഞു. ആ പുണ്യം അല്പം കിട്ടി. ഒന്ന് ആ തപോധനെ കണ്ടപ്പോൾ തന്നെ ഇല്ലേ, സജ്ജനങ്ങളെ കണ്ടപ്പോൾ തന്നെ പുണ്യം എന്ന് പറയാം. ആ സജ്ജനത്തിനെ കാണാൻ സാധിച്ചു. ആ ഗംഗാ സ്നാനത്തിൻ്റെ ഒരു തുള്ളി ഗംഗാജലം, അതാണ് നമ്മൾ സൂര്യോദയത്തിന് എത്ര നാഴിക മുമ്പ് കുളിച്ചാൽ ഗംഗ സ്നാനത്തിന് തുല്യമെന്ന് പറയാനും കൂടെ കാരണം. അപ്പോൾ ഇവിടെ ആ സാക്ഷാൽ ഗംഗ പതിതപാവനിയായ ഗംഗയിൽ കുളിച്ച്
വന്ന അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്ന് 2-3 തുള്ളി ആ ഗംഗാജലം വീണപ്പോഴേക്കും അവൻ്റെ അനേക ജന്മത്തെ, ഏതാണ്ട് 7 ജന്മത്തെ പാപത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉടനെ അദ്ദേഹം ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്ത് അവന് മഹർഷിയുടെ പാതാരവിന്ദത്തിൽ വീണ് കേണപേക്ഷിക്കുകയാണ്. എനിക്ക് മുക്തിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? അവിടുന്ന് ഉപേക്ഷിച്ച അത് ഉപദേശിച്ച് തരണം. എനിക്ക് ഏത് പുണ്യത്താൽ എനിക്ക് മോക്ഷം കിട്ടും? അവിടുന്ന് തന്നെ ഉപേക്ഷിക്കരുത്, അവിടുന്ന് തന്നെ സ്വീകരിച്ച് ഏത് പുണ്യത്താൽ എനിക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറയുമ്പോൾ മഹർഷി പറഞ്ഞു, നല്ല ചോദ്യമായി. നാളെ ഇതാ വൈശാഖത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. അനേകം ജന്മങ്ങളിൽ ചെയ്ത പാപം പോലും നീങ്ങി മോക്ഷം ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഏകാദശി, മോഹിനി ഏകാദശി അനുഷ്ഠിക്കേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മഹർഷി പറഞ്ഞ് വിധിപ്രകാരം അനുഷ്ഠിച്ച് പാപമൊക്കെ ഒഴിഞ്ഞ് അദ്ദേഹം ഇതാ ദിവ്യരൂപം ധരിച്ച് ഗരുഡൻ്റെ പുറത്ത് വൈഷ്ണവ ലോകത്തേക്ക് പോയി എന്നുള്ളതാണ് വ്രതകഥ. ഈ വ്രതകഥ കേട്ടാൽ തന്നെ 1000 കോടി അശ്വമേധയാഗത്തിൻ്റെയൊക്കെ പുണ്യഫലം കിട്ടുമെന്നൊക്കെ പുരാണത്തിൽ പറയുന്നതും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അപ്പം അത്രമാത്രം മാഹാത്മ്യമുള്ള വൈശാഖത്തിലെ ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും പുണ്യപ്രദങ്ങളാണ്. അതിൻ്റെ കൂടെ ഈ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശി അനുഷ്ഠിച്ച് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അവരുടെ പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം എല്ലാവർക്കും അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ വൈശാഖ മാസത്തിലെ തുളസി പൂക്കളായി അർപ്പിക്കുന്നു. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ, രാധേ.